വിശുദ്ധ റമദാനിൽ ചരിത്രത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് സംഭവങ്ങളും പ്രധാനപ്പെട്ട കാര്യങ്ങളുമൊക്കെ നടന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഇസ്ലാമിലെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നായ ബദർ യുദ്ധം സംഭവിച്ചത് റമദാനിലാണ് എന്നതാണ്. നമുക്കെല്ലാവർക്കും അറിയുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ഇതിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ബദറിനെക്കുറിച്ച്, ആ ബദറിലെ വിജയത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പ്രയോഗിച്ചിട്ടുള്ളത് സത്യവും അസത്യവും വേർതിരിച്ച ഒരു രംഗമെന്നാണ്. വമാ അൻസൽനാ അലാ അബ്ദിനാ യൗമൽ ഫുർഖാനി യൗമൽ തഖൽ ജംആൻ വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആ ദിവസത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് യൗമൽ ഫുർഖാൻ യൗമൽ തഖൽ ജംആൻ. അവർ അവിടെ ഒരുമിച്ച് കൂടിയ ആ ദിവസമില്ല, പരസ്പരം യുദ്ധത്തിലേർപ്പെട്ട ഒരു ദിവസം. അന്ന് സത്യവും അസത്യവും വേർതിരിക്കപ്പെട്ടു എന്നാണ്. ഏതാണ് സത്യം ഏതാണ് അസത്യമെന്ന് ലോകർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞ ഒരു സന്ദർഭമായിട്ടാണ് വിശുദ്ധ ഖുർആൻ ബദർ യുദ്ധത്തെപ്പറ്റി പരാമർശിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം. ധാരാളം കാരണങ്ങൾ കൊണ്ട് ബദർ ഏറ്റവും ഉന്നതമായ ഒരു യുദ്ധമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്ലാമിക ജീവിതത്തിൻ്റെ ആ ഒരു കാലഘട്ടത്തിലെ പ്രഥമ യുദ്ധമെന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് ബദറാണ്. ഇസ്ലാമിൻ്റെ ഒരു ശക്തിയും പ്രതാപവും മുസ്ലിമീങ്ങൾക്കും അവിടെയുള്ള മറ്റുള്ളവർക്കും ലോകത്തിൻ്റെ മുന്നിലും കാണിച്ചു കൊടുക്കാൻ, പ്രകടമാക്കാൻ കഴിഞ്ഞ ഒരു സന്ദർഭം കൂടെയായിരുന്നു ബദറെന്ന് നാം തിരിച്ചറിയുന്നുണ്ട്. സത്യവും അസത്യവും വേർതിരിച്ചു. അതേസമയം ഏതെങ്കിലും കക്ഷികൾക്ക് വേണ്ടിയോ ഗോത്രത്തിൻ്റെ മഹിമക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയോ ആയിരുന്നില്ല ബദർ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം. മറിച്ച് വിശ്വാസം ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി മാത്രം നടന്ന ഒരു യുദ്ധമാണ് ബദർ യുദ്ധം എന്നുള്ളത് നാം അറിയേണ്ടതുണ്ട്. ഗോത്രങ്ങളുടെ ഉന്നതിക്ക് വേണ്ടി യുദ്ധം ചെയ്ത് പരിചയിച്ച, അതിൻ്റെ പേരിൽ വർഷങ്ങളോളം യുദ്ധം ചെയ്ത് അങ്ങനെ ജീവിച്ചിരുന്ന ഒരു സമൂഹമാണ് അള്ളാഹുവിൻ്റെ കലിമത്തു തൗഹീദിനു വേണ്ടി മാത്രമായി ഒരു യുദ്ധത്തിൽ ആദ്യമായി ഏർപ്പെടുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു യുദ്ധം ആഗ്രഹിച്ചതല്ല, ഒരു യുദ്ധത്തിന് വേണ്ടി അവർ ഇറങ്ങി പുറപ്പെട്ടതുമല്ല. ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു വളർന്ന മണ്ണിൽ നിന്ന് അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ഉയർത്തിപ്പിടിച്ച ഒരു ആദർശത്തിന് വേണ്ടി ജീവിച്ചതിൻ്റെ പേരിൽ ആ നാട്ടിൽ നിന്ന് ആട്ടിപ്പുറത്താക്കപ്പെട്ടു. താൻ വിശ്വസിക്കുന്ന വിശ്വാസമനുസരിച്ച് ഒന്ന് സുജൂദ് ചെയ്യാൻ പോലും അനുവദിക്കാത്ത രൂപത്തിലേക്ക് ശത്രുക്കളുടെ മർദ്ദനമുണ്ടാകുമ്പോഴാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജ്റ പോകുന്നത്. മദീനയിൽ പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്വഹാബത്തിനെയും സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് മക്കയിൽ നിന്ന് അബൂ സുഫിയാനും സംഘവും മക്കയിൽ നിന്ന് എല്ലാം ഇട്ടേച്ചു പോന്ന മുസ്ലിങ്ങളുടെ സ്വത്തും പണവുമെല്ലാം ഉപയോഗിച്ച് ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുവാനുള്ള ഒരു കച്ചവട യാത്ര അബൂ സുഫിയാൻ പ്ലാൻ ചെയ്യുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവരമറിയാണ്. സിറിയയിലേക്ക് അവർ പോകുന്നു. എന്തിനാണ്? കച്ചവടത്തിൽ ലാഭമുണ്ടാക്കണം, ആയുധങ്ങൾ വാങ്ങിക്കൂട്ടണം, എന്നിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്വഹാബത്തിനെയും തകർക്കണം, നശിപ്പിക്കണം. ഇതാണ് അവർക്ക് നിർവഹിക്കാനുള്ള ദൗത്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് വിവരം പറയുന്നു, ആ കച്ചവട സംഘത്തെ നമ്മൾ തടയണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരെയും നിർബന്ധിച്ചില്ല. അവിടെയുള്ള കുറച്ചു പേർ, സ്വഹാബത്ത്, മുഹാജിറുകൾ, അവരൊരുമിച്ച് ഈ കച്ചവട സംഘത്തെ തടയാൻ വേണ്ടി ചെല്ലാണ്. പക്ഷേ അവരെത്തിയപ്പോഴേക്കും അബൂ സുഫിയാനും സംഘവും ആ ഭാഗം വിട്ടുപോയിരുന്നു. ഇനി എന്തു ചെയ്യണമെന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിരവധി മാതൃകകൾ മുസ്ലിം സമുദായത്തിന്, അല്ല ലോക സമൂഹത്തിന് ബാക്കി വെച്ചുകൊണ്ടാണ് ബദർ യുദ്ധം അവസാനിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുതിർന്ന സ്വഹാബത്തിനോട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് സംസാരിക്കുന്നുണ്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന്. നമ്മൾ അവരെ തടയുകയാണ് വേണ്ടത് എന്ന് അവർ പ്രതിവചിക്കുകയാണ്. മുഹാജിറുകളോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, എന്താണ് അഭിപ്രായം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംശയം ഉണ്ടായിട്ടൊന്നുമല്ല. വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി പിറന്നു വീണ മണ്ണും അധ്വാനിച്ചുണ്ടാക്കിയ വീടും അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തും പ്രിയപ്പെട്ട കുടുംബങ്ങളെയും എല്ലാം വിട്ടെറിഞ്ഞിറങ്ങിപ്പോന്ന മുഹാജിറുകളെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു സംശയം ഉണ്ടായിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നുണ്ട്, അവിടെ മുഹാജിറുകളുടെ നേതാക്കന്മാരെ എന്നിട്ട് പറയേണ്ടി, നബിയെ നമ്മൾക്കിതിനെ ഇറങ്ങി പുറപ്പെടാന്നാണ്. അൻസാറുകളുടെ സംസാരത്തിന് വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാത്തിരിക്കുക. അൻസാറുകളിൽ നിന്ന്
അവരുടെ നേതാവ് എഴുന്നേറ്റ് പറയുന്നൊരു വാചകമുണ്ട്, പ്രവാചകരെ, അങ്ങ് ഞങ്ങളെ സംശയിക്കുന്നുണ്ടോ എന്നാണ്. അങ്ങ് ഞങ്ങളെ സംശയിക്കുന്നുണ്ടോ എന്നാണ്. അങ്ങ് കടലിന് മുന്നിൽ വന്ന് ഈ കടലിലേക്ക് നിങ്ങൾ ഇറങ്ങി നടക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അൻസാറുകൾ മുന്നിലുണ്ടാകും. അതുകൊണ്ട് പ്രവാചകരെ, എടുത്ത തീരുമാനത്തിൽ ഉറച്ചു മുന്നോട്ട് പോവുക എന്ന് അൻസാറുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ധൈര്യം നൽകുകയാണ്. അങ്ങനെയാണ് ബദറിലേക്ക് അവർ പുറപ്പെടുന്നത്. ഒരു യുദ്ധം പ്രതീക്ഷിച്ചല്ല, ഒരു കച്ചവട സംഘത്തെ തടയാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് യുദ്ധത്തിന്റെ മുന്നൊരുക്കങ്ങളൊന്നുമില്ല. സാധാരണയായ അറബികൾ കയ്യിലുണ്ടാകുന്ന അവരുടെ വാളും തൂക്കിപ്പിടിച്ച് അവർ ആ യാത്ര ആരംഭിക്കുകയാണ്. എന്നാൽ ഇവർ ബദറിലേക്ക് പുറപ്പെട്ടു എന്ന വിവരം അബൂ സുഫിയാൻ അറിയുന്നു. അബൂ സുഫിയാൻ പ്രസ്തുത വിവരം മക്കയിലേക്ക് തന്റെ ദൂതനെ അറിയിച്ച് സഹായിക്കാനുള്ള ആളുകൾ വരണമെന്ന് ആവശ്യപ്പെടുന്നു. അബൂജഹലും സംഘവുമൊക്കെ അവിടെ നിന്ന് 1000-ഓളം വരുന്ന ഒരു സംഘം മുസ്ലിം സമൂഹത്തെ പൂർണ്ണമായി നശിപ്പിക്കാൻ ഇതല്ലാത്ത ഇനി അവസരങ്ങളില്ല എന്നറിഞ്ഞ് അവരിറങ്ങി പുറപ്പെടുകയാണ്. പല ശപഥങ്ങളും ചെയ്തുകൊണ്ട്, പല തീരുമാനങ്ങളും പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവർ പുറപ്പെടുന്നത്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിലേക്കുള്ള യാത്ര ആരംഭിച്ചു. അവിടെ നിന്ന് അബൂജഹലും ടീമും അവരുടെ യാത്രയും ആരംഭിച്ചു. അബൂ സുഫിയാൻ എന്ന് പറയുന്ന തന്ത്രശാലിയായ ഈ കച്ചവട സംഘത്തിന്റെ നായകൻ ചെങ്കടലിനരികിലൂടെ ഈ വിഭാഗങ്ങളുടെ ഒന്നും കണ്ണിൽപ്പെടാതെ തന്റെ കച്ചവട സംഘങ്ങളെ സുരക്ഷിതമായി രക്ഷപ്പെടുത്തുന്ന സാഹചര്യമാണ് പിന്നീട് കാണുന്നത്. അവർ രക്ഷപ്പെട്ടു. ആ വിവരം അബൂജഹലിനെ അറിയിക്കുന്നുണ്ട്, അവരുടെ സംഘത്തലവൻ എന്നുള്ള നിലയ്ക്ക്. പക്ഷേ അഹങ്കാരം തലക്കു പിടിച്ച അബൂ സുഫിയാന്റെ നിർദ്ദേശം സ്വീകരിക്കാൻ പോലും തയ്യാറാകാതെ, മടങ്ങിപ്പോരൂ എന്നറിയിച്ചിട്ടും അത് കേൾക്കാൻ തയ്യാറാകാതെ, ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇത്രമാത്രം ഒട്ടകങ്ങളെ അറുത്ത് ഭക്ഷിച്ച് ഇവിടെ നിന്ന് അത്രമാത്രം ആർഭാടങ്ങൾ കാണിച്ച് ഞങ്ങൾ ആസ്വദിച്ചാഘോഷിച്ചിട്ടേ ഇവിടെ നിന്ന് തിരിച്ചു പോരുകയുള്ളൂ എന്ന് തീരുമാനിക്കുമ്പോഴാണ് ഒരു യുദ്ധത്തിന്റെ സാഹചര്യം അവിടെ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂടെയുള്ള സ്വഹാബത്തും 300 ചില്ലാനം സ്വഹാബത്തും അപ്പുറത്ത് 1000-ഓളം വരുന്ന സർവ സജ്ജമായ സന്നാഹങ്ങളോടെത്തിയിട്ടുള്ള അബൂജഹലിന്റെ സംഘവും യുദ്ധത്തിൽ ഏർപ്പെടാൻ കാത്തിരിക്കുകയാണ്. ഒരുപാട് മോജിസത്തുകൾ ആ സന്ദർഭത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ബദറിന്റെ ചരിത്രം നമ്മളോട് പറയുന്നുണ്ട്. ഒന്നാമതായി, യുദ്ധത്തിന് മുന്നോടിയായി വിശ്വാസികൾക്ക് ആശ്വാസം ലഭിക്കുന്ന ഒരു മഴ അല്ലാഹു സുബ്ഹാനഹു വ തആല വർഷിപ്പിച്ചു എന്നാണ്. വയുനസ്സിലു അലൈക്കും മിനസ് സമാഇ മാഅൻ ലിയുതഹിറകും ബിഹി വയുദ്ഹിബ അൻകും റിജ്സശ് ശൈത്താൻ വലിയർബിത അലാ ഖുലൂബികും വയുസബ്ബിത ബിഹിൽ അഖ്ദാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തു നിന്ന് മഴ ഇറക്കി കൊടുത്തു, അവരെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി. പൈശാചികമായ എല്ലാം, പിശാചിന്റെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അവർക്ക് സുരക്ഷിതത്വം നൽകുന്നതിന് വേണ്ടി, അവരുടെ മനസ്സുകൾക്ക് സമാധാനം നൽകാനും അവരുടെ കാൽപാദങ്ങൾ ഉറപ്പിച്ചു നിർത്താനും സഹായകമാകുന്ന മഴ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകി. മോജിസത്തായിരുന്നു അത്. അതുപോലെ തന്നെ ശത്രുക്കളുടെ എണ്ണം കുറച്ച് കാണിച്ചു കൊടുത്തു. മുസ്ലിങ്ങളുടെ കണ്ണുകളിൽ അവർ വളരെ നിസ്സാരരാണ്, അവരൊന്നുമില്ലാത്തവരാണ് എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുത്തു. മറ്റൊന്ന്, യുദ്ധത്തിന്റെ തലേ ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുരീന മസാരിഅ അഹ്ലി ബദ്രിൻ ബിൽ അംസ് യഖൂൽ ഹാദാ മസ്റഉ ഫുലാനിൻ ഗദൻ ഇൻഷാ അല്ലാഹ്. ബദറിൽ ഓരോരുത്തരായി മരിച്ചു വീഴുന്ന സ്ഥലം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു എന്നാണ്. ഓരോ ഇടം ചൂണ്ടി, ഇവിടെയാണ് ഇന്ന മനുഷ്യൻ, അള്ളാഹുവിന്റെ ശത്രു ഇവിടെയാണ് മരിച്ചു വീഴുക, ഇന്നയാൾ ഇവിടെയാണ് മരിച്ചു വീഴുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സന്ദർഭത്തിൽ സ്വഹാബത്തിനോട് സംസാരിച്ചു. സ്വഹാബത്തിന് വല്ലാത്ത ഊർജ്ജവും ആവേശവും അതുണ്ടാക്കി എന്നുള്ളതാണ്. നാലാമതായി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി മലക്കുകൾ ഇറങ്ങുകയും വിശ്വാസികളോടൊപ്പം നിന്ന് യുദ്ധം ചെയ്യുകയും ഉണ്ടായി എന്നുള്ളത് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. സ്വഹാബികൾ പറയുന്നുണ്ട്, ഞങ്ങൾ വാളുകൊണ്ട് വെട്ടുമ്പോഴേക്ക് ആ മനുഷ്യരുടെ തല ചിതറിത്തെറിക്കുന്നത് ഞങ്ങൾ കണ്ടു എന്നാണ്. വേറെയും ധാരാളം അത്ഭുതങ്ങൾ ബദറിൽ ഉണ്ടായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സഹായിച്ചു എന്നുള്ളതാണ്. ലോകാവസാനം വരെയുള്ള വിശ്വാസികൾക്ക് ആത്മധൈര്യം പകരുന്ന ഗുണപാഠങ്ങൾ കൂടെ ഇതിൽ നിന്ന് നമ്മൾ പഠിച്ചെടുക്കേണ്ടതുണ്ട്. ഒന്ന്, വിശ്വാസികൾക്ക് അല്ലാഹുവിൽ നിന്നുള്ള സഹായം ഉറപ്പാണ്, ഒരു സംശയം അതിൽ വേണ്ട. യഥാർത്ഥ വിശ്വാസമാണോ ഹൃദയത്തിലെത്തിയത്? അല്ലാഹുവിനെ കുറിച്ച് വിശ്വസിക്കേണ്ട വിശ്വാസങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നുണ്ടോ നമ്മൾ? എങ്കിൽ വമാ ജഅലഹുല്ലാഹു ഇല്ലാ ബുശ്റാ ലക്കും വലിതത്മഇന്ന ഖുലൂബുകും ബിഹി വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസിൽ ഹകീം.
അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള സന്തോഷ വാർത്ത. അവരുടെ ഖൽബുകൾ സമാധാനം കൊള്ളുന്നതിന് വേണ്ടി വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹ്, അല്ലാഹുവിൽ നിന്നല്ലാതെ ആർക്കാണ് സഹായം കൊടുക്കാൻ കഴിയാന്നുള്ളതാണ്. റബ്ബിൽ നിന്നുള്ള സഹായം വിശ്വാസി സമൂഹമേ അത് നിങ്ങൾക്കുണ്ട്, അത് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകും. അള്ളാഹുവിൽ വിശ്വസിക്കേണ്ട രൂപത്തിൽ വിശ്വസിച്ച് അവന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെ ജീവിതത്തിൽ പാലിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് അതുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പിടി മണ്ണ് വാരി എറിയുന്നുണ്ട് യുദ്ധത്തിന്റെ വേളയിൽ. അത് ശത്രുക്കളുടെ മുഴുവൻ ആളുകളുടെയും കണ്ണിലുമെത്തി എന്നുള്ളത് അള്ളാഹുവിന്റെ സഹായമായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. പ്രവാചകരെ, നിങ്ങൾ അവിടെ നിന്ന് എറിഞ്ഞില്ലേ? വമാ റമൈത് ഇത് റമൈത വലാകിന്നല്ലാഹ റമ, അങ്ങ് എറിഞ്ഞില്ലേ, അങ്ങല്ല എറിഞ്ഞത്, നാമാണ് അവിടെ നിങ്ങളെ സഹായിച്ചത് എന്നാണ്, നാമാണ് എറിഞ്ഞത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. നോക്കൂ, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ച് യഥാർത്ഥ കലിമത്തു തൗഹീദിന് വേണ്ടി ഒരു യുദ്ധത്തിന്റെ വേളയുണ്ടായപ്പോൾ ഏതെല്ലാം രൂപത്തിലാണ് അള്ളാഹുവിന്റെ സഹായങ്ങൾ കടന്നു വരുന്നത് എന്ന്. അടുത്ത ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കുടുംബ ബന്ധത്തെക്കാൾ വലുതായിരുന്നു ആദർശബന്ധം എന്നുള്ളത് സ്വഹാബത്ത് അവിടെ തെളിയിച്ചു എന്നുള്ളതാണ്. ആരൊക്കെ ഉണ്ടായിരുന്നു അവിടെ? ആരാണ് അവിടെ പരസ്പരം പോരടിക്കുന്നത്? ഖുറൈശികൾ തന്നെയാണ്, കുടുംബാംഗങ്ങൾ തമ്മിലാണ്. പക്ഷേ അള്ളാഹുവിന്റെ ദീനിന്റെ ശത്രുവിനെ തന്റെ മുന്നിൽ കിട്ടുമ്പോൾ അവർ അള്ളാഹുവിന്റെ കലിമത്തു തൗഹീദിന് പ്രാധാന്യം കൽപ്പിച്ചു എന്നുള്ളത് ബദറിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട പിതാവിനെ പലപ്പോഴും കണ്ടു മാറി നടന്നിട്ടും അവസാനം തന്റെ മുമ്പിൽ തന്നെ വന്നു വീണ ആ പിതാവിന്റെ കഴുത്തറക്കുന്നുണ്ട്. യുദ്ധത്തിലെ നീതിയാണത്. അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും ശത്രുവിന്റെ തലയെടുത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് ഇതാ അള്ളാഹുവിന്റെ ശത്രു എന്ന് അദ്ദേഹം സംസാരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ ബന്ധങ്ങൾക്കല്ല അവർ വില കൽപ്പിച്ചത്, ആദർശത്തിനായിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല അല്ലാഹു അഹദ് എന്ന കലിമത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്, അത് പ്രഖ്യാപിച്ചുകൊണ്ടാണ് യുദ്ധത്തിന്റെ വേളയിൽ അവർ മുന്നോട്ട് പോയത് എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. അടുത്ത ഒരു പ്രധാനപ്പെട്ട പാഠം നമ്മൾ അറിയേണ്ടത്, ശത്രുക്കൾക്കെതിരെ വിജയം ലഭിക്കാനുള്ള ഏറ്റവും വലിയ ആയുധമെന്ന് പറയുന്നത്, മാർഗമെന്ന് പറയുന്നത് പ്രാർത്ഥനയാണ് എന്ന് തെളിയിക്കപ്പെട്ട യുദ്ധമാണ് ബദർ എന്നതാണ്. നോക്കൂ, വിശുദ്ധ ഖുർആൻ പറയാണ്, ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് സഹായം തേടിയ സന്ദർഭമില്ലേ? ഫസ്തജാബ ലക്കും, ആ സമയത്ത് നിങ്ങൾക്ക് അവൻ ഉത്തരം നൽകി. അന്നി മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. തുടരെ 1000 മലക്കുകളെ ഇറക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിച്ചു എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, പ്രാർത്ഥനയുടെ ശക്തി. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന്റെ തലേ ദിവസം തന്റെ ചുമലിലുള്ള തുണി താഴെ വീടുമാറ് സമയം അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ അൻജിസ്ലി മാ വഅദ്തനി, അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് കരാറ് തന്നത്, നീ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തത് നീ നടപ്പിലാക്കേണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ആതിമാ വഅദ്തനി, നീ ഞങ്ങളോട് കരാർ ചെയ്തത് ഞങ്ങൾക്ക് എത്തിച്ചു തരണമേ. അല്ലാഹുമ്മ ഇൻ തുഗ്ലിക് ഹാദിഹിൽ ഇസാബ, അല്ലാഹുവേ, ഈ ചെറു സംഘമെങ്ങാനും നശിച്ചു പോയാൽ, ഈ ചെറു സംഘമെങ്ങാനും പരാജയപ്പെട്ടു പോയാൽ, മിൻ അഹ്ലിൽ ഇസ്ലാം, മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള, ലാ തുഅബദ് ഫിൽ അർള്, ഈ ഭൂമിയിൽ പിന്നെ നിന്നെ ആരാധിക്കപ്പെടില്ല റബ്ബേ. നിന്നെ വിളിച്ചു മാത്രം പ്രാർത്ഥിക്കുന്നവർ ഞങ്ങൾ, നിന്നോട് ഇതാ തേടുന്നു റബ്ബേ, നീ നിന്റെ വാഗ്ദാനം പൂർത്തിയാക്കണേ റബ്ബേ. എന്തെല്ലാം പ്രാർത്ഥിച്ചു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, സ്വഹാബത്തിന് നീ സ്ഥൈര്യം കൊടുക്കണേ എന്ന്. അല്ലാഹുവേ, പട്ടിണി കിടന്നിട്ടാണ് ആ സ്വഹാബത്ത് വന്നിട്ടുള്ളത് റബ്ബേ, സഹായിക്കണേ എന്ന്. ആയുധങ്ങളില്ലാത്തവരാണ് റബ്ബേ എന്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വലുപ്പമല്ലാത്ത ഒന്നും അവരുടെ കൈകളിലില്ല റബ്ബേ എന്ന് അല്ലാഹുവിനോട് കരഞ്ഞ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നു നോക്കുമ്പോൾ ചുമലിൽ നിന്ന് ആ തോർത്ത് താഴെ വീണിരിക്കുന്നു. അതെടുത്ത് വീണ്ടും പ്രവാചകന്റെ ചുമലിലേക്കിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മദീനബിയെ റബ്ബ് നമ്മെ സഹായിക്കും, അത്രമാത്രം അങ്ങ് പ്രാർത്ഥിച്ചിരിക്കുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കുന്നുണ്ട്. പ്രാർത്ഥന അത് തന്നെയാണ് ഏറ്റവും വലിയ ആയുധം. യഥാർത്ഥ വിശ്വാസം അത് നെഞ്ചിലേറ്റി ഉയരുന്ന പ്രാർത്ഥനകൾ പടച്ച തമ്പുരാൻ സ്വീകരിക്കുന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ട് നമ്മളോട്, വഇദാ സഅലക ഇബാദി
അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅൻ ഫൽയസ്തജീബൂ ലി വൽയുമിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. എന്റെ റബ്ബ് എന്നെപ്പറ്റി എന്റെ അടിമകൾ അങ്ങയോട് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കൂ, ഞാൻ നിങ്ങളുടെ വളരെ അടുത്താണ്, സമീപസ്ഥനാണ്. നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുവീൻ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പ്രാർത്ഥന എന്നത് ഒരു മുസ്ലിമിന്റെ ഏറ്റവും വലിയ ആയുധമാണ്. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന് ആ പ്രതിസന്ധിയിൽ തൊട്ടുപിന്നിൽ ഫിർഔനിന്റെ സംഘവും തൊട്ടുമുന്നിൽ ആർത്തലക്കുന്ന കടലുമുള്ള വേളയിൽ അല്ലാഹുവേ നീ സഹായിക്കണേ എന്ന പ്രാർത്ഥന ഉയരുമ്പോൾ ആ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ, യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മത്സ്യത്തിന്റെ വയത്തിൽ കിടന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, വിശ്വാസികളെ, ഈ വിശുദ്ധ റമളാനിൽ ആകാശത്തേക്ക് ഉയരേണ്ട പ്രാർത്ഥനകൾ, അല്ലാഹുവിലേക്ക് ഉയരേണ്ട പ്രാർത്ഥനകൾ, അത് അത്രമാത്രം ആത്മാർത്ഥമായി വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട സന്ദർഭമാണിത്. നിസ്കാരം കഴിഞ്ഞ് തിരക്കുണ്ടാവാം, പക്ഷേ പ്രാർത്ഥനകൾ അവസാനിപ്പിക്കരുത്. ജീവിതത്തിന്റെ ഏതു വേളയിലും പ്രത്യേകം പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്ന സന്ദർഭങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. രാത്രിയുടെ 1/3 ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി റബ്ബ് ചോദിക്കുന്നതാണ്, ആരുണ്ട് എന്നോട് പ്രാർത്ഥിക്കാനെന്ന്. ആ സമയത്ത് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാൻ നമ്മൾ ഉണ്ടാകാറുണ്ടോ എന്നുള്ളതാണ്. ആരുണ്ട് എന്നോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കാൻ, ഞാൻ അവന്റെ പാപങ്ങൾ പുറത്തു തരാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയാണ്. ആരുണ്ട് എന്നോട് ചോദിക്കാൻ, ഞാൻ അവന് നൽകാമെന്ന്. അതുകൊണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥനകൾ ഉയരേണ്ടുന്ന ഒരു ഘട്ടമാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം. മാത്രമല്ല, എന്തായിരുന്നു മുസ്ലിമീങ്ങളും സത്യനിഷേധികളും അല്ലെങ്കിൽ മുശ്രിക്കുകളും തമ്മിലുണ്ടായിരുന്ന തർക്കം? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട്, പടച്ച തമ്പുരാനോട്, അല്ലേ, വാഗ്ദാനം പാലിക്കണേ. അതേ സമയത്ത് കഅബയുടെ കില്ല പിടിച്ച് അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ അബൂജഹലും പ്രാർത്ഥിക്കുന്നത് അല്ലാഹുവിനോട് തന്നെയാണ്. അല്ലാഹുവിനോട് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുവേ നീ ഞങ്ങളെ വിജയിപ്പിക്കണേ, ഞങ്ങളാണല്ലോ ഏറ്റവും മാന്യന്മാർ, അതുകൊണ്ട് ആരാണോ ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവർ അവരെ വിജയിപ്പിക്കണമെന്നാണ്. അല്ലാഹുമ്മ അൻസുർ അഹ്ലൽ ജുദ്ദൈൻ വഅക്രമൽ ഫിഅതൈൻ വഖൈറൽ ഖബീലതൈൻ. അല്ലാഹുവേ നീ ഈ കൂട്ടരിൽ നിന്ന് ഉന്നതമായ സൈന്യത്തെയും മാന്യമായ സംഘത്തെയും ഉത്തമമായ ഗോത്രത്തെയും നീ വിജയിപ്പിക്കണേ. പ്രാർത്ഥിച്ചത് അബൂജഹലാണ്, മുശ്രിക്കുകളുടെ നേതാവാണ്. ആരോടാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയോടാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത് ആരോടാണ്? അല്ലാഹുവിനോടാണ്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ കാരണം അവിടെയാണ് യഥാർത്ഥ വിശ്വാസത്തിൽ പിഴവ് പറ്റിയോ ഇല്ലേ എന്നത് പരിശോധിക്കണമെന്ന് പറഞ്ഞത്. അബൂജഹലും കൂട്ടരും പറഞ്ഞത് ഞങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കും. അതേ സമയത്ത് ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ലാത്തയോടും ഉസ്സയോടും മനാത്തയോടും ഹുബലിനോടും അന്ന് ഞങ്ങൾ കണ്ടിരുന്ന വിഗ്രഹങ്ങളോടും വലിയകളോടും മഹാത്മാക്കളോടുമൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുമെന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. റബ്ബേ നിന്നോട് മാത്രം പ്രാർത്ഥന, നിന്നോട് മാത്രം ആ രൂപത്തിലുള്ള സഹായത്തേട്ടങ്ങൾ എന്നുള്ളതാണ്. അതാണ് ഒരു വിശ്വാസിയുടെ പ്രഖ്യാപനം. ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ അബദ്ധം സംഭവിച്ചിട്ടില്ലെന്ന് ഉറപ്പ് വരുത്തേണ്ടവരാണ് നമ്മൾ. നമസ്കാരം നമ്മൾ നിർവഹിക്കുന്നു, നോമ്പെടുത്ത് പട്ടിണി കിടക്കുന്നു, സകാത്ത് നൽകുന്നു, സ്വതക്കകൾ നൽകുന്നു, മറ്റനേകം നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരുണ്യ പ്രവർത്തന രംഗത്ത് അങ്ങേയറ്റം അതിരുകളില്ലാതെ നമ്മൾ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നു. സഹോദരങ്ങളെ, വിശ്വാസത്തിൽ പിഴം സംഭവിച്ചാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് കൃത്യമല്ലാതിരുന്നാൽ, വമൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹു നാർ. അല്ലാഹുവിൽ പങ്കു ചേർത്താൽ അവന് സ്വർഗ്ഗമില്ല, അവന് നരകമാണ്, ആരും അവന് സഹായിയായിട്ടുണ്ടാവുകയില്ല. മുഹമ്മദ് നബിയോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിശുദ്ധ ഖുർആൻ പറഞ്ഞ വാചകം അതുതന്നെയാണ്. ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക. നബിയെ, നിങ്ങൾ അല്ലാഹുവിൽ പങ്കു ചേർത്താൽ നിങ്ങളുടെ ഒരമലും പടച്ചോൻ സ്വീകരിക്കൂലട്ടോ, എല്ലാം പൊളിഞ്ഞു പോകുമെന്നാണ്. അതുകൊണ്ട് സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ഈമാൻ, നമ്മുടെ വിശ്വാസം, റബ്ബിനെ പറ്റിയുള്ള വിശ്വാസം, അതിൽ എവിടെയെങ്കിലും ശിർക്കിന്റെയോ മറ്റോ എന്തെങ്കിലും കടന്നു വരുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്താതെ പോയാൽ ഒരുപാട് നഷ്ടങ്ങൾ ഈ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ളത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബദ്ർ യുദ്ധത്തിൽ വൻ വിജയമാണ് വിശ്വാസി സമൂഹത്തിന് നൽകിയത്. നോക്കൂ നിങ്ങൾ, അവരിലെ ഏറ്റവും വലിയ ആളായി നടക്കുന്ന അബൂജഹൽ കൊല്ലപ്പെടുന്നത് 2 കുട്ടികളുടെ കൈകൾ കൊണ്ടാണ്. 2 മക്കൾ. ആ മക്കൾ വന്ന് ചോദിക്കുന്നുണ്ട് മുസ്ലിം സമൂഹത്തിന് മുന്നിൽ നിൽക്കുന്നവരോട്, ആരാണ് ഈ അബൂജഹൽ? അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ ഇരുന്ന്
ഞങ്ങൾ ഇത് നശിപ്പിച്ചേ തിരിച്ചു പോകൂ എന്ന് പറഞ്ഞ അബൂജഹൽ ആരാണ്? ഈ കുട്ടികൾ ചോദിക്കുമ്പോൾ അദ്ദേഹം ചോദിക്കേണ്ടത് എന്തിനാണ്? അദ്ദേഹം ഞങ്ങളെ റബ്ബിനെ ചീത്ത പറയുന്ന ആളാണ്, ഞങ്ങളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിക്കുന്ന ആളാണ്, ഞങ്ങൾക്ക് അയാളെ കാണണമെന്നാണ്. ആ രണ്ട് കുട്ടികൾക്ക് കാണിച്ചു കൊടുത്ത ഒന്ന ആളാണ്. ശരവേഗത്തിൽ ആ രണ്ട് കുട്ടികളാണ് അബൂജഹലിന്റെ കഥ കഴിക്കുന്നത്. എന്നിട്ട് അവരുടെ വാളുമായി വന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്, നബി ഞാനാണ് കേട്ടോ നബിയെ, ഞാനാണ് കേട്ടോ എന്ന് രണ്ടുപേരും അവകാശവാദം ഉന്നയിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വാള് പരിശോധിച്ചിട്ട് പറയേണ്ടത്, നിങ്ങൾ രണ്ടുപേരും കൂടിയാണ് അബൂജഹലിനെ വകവരുത്തിയത് എന്ന്. വലിയ വലിയ ഖുറൈശി പ്രമാണിമാർ അന്ന് നിലംപരിശായിട്ടുണ്ട്. അന്ന് ഇസ്ലാമിന് കിട്ടിയ ഇസ്സത്ത് അത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഇസ്സത്തായിരുന്നു എന്നുള്ളത് കേവലം 300 ചില്ലാനം ആളുകൾ 1000-ഓളം വരുന്ന മനുഷ്യരെ അതിജയിച്ചിട്ടുണ്ടെങ്കിൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ടാണ് എന്ന് നമ്മൾ അറിയുക. യഥാർത്ഥമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് അതതുപോലെ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് അവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും പാലിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ബദ്ർ യുദ്ധവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്ന ഒരു വാചകം, ഖദ് കാന ലക്കും ആയത്തുൻ ഫീ ഫിഅതൈനി ഇൽതഖതാ ഫിഅത്തുൻ തുഖാതിലു ഫീ സബീലില്ലാഹി വ ഉഖ്റാ കാഫിറ. പരസ്പരം ഏറ്റുമുട്ടിയ ആ സംഘങ്ങളിൽ ഖദ് കാന ലക്കും ആയ ഒരു ദൃഷ്ടാന്തമുണ്ടായിട്ടുണ്ട് എന്നാണ്. ഫിഅത്തുൻ തുഖാതിലു ഫീ സബീലില്ലാഹ്, ഒരു കക്ഷി അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് യുദ്ധം ചെയ്തത്, വ ഉഖ്റാ കാഫിറ, എന്നാൽ മറ്റു കക്ഷി അവിശ്വാസികളുമാണ്. അവരെപ്പറ്റി വിശുദ്ധ ഖുർആൻ പറയുന്നത്, അവരെ കാഴ്ചയിൽ ഇരട്ടിയുള്ളവരായി അവർ കണ്ടിരുന്നു എന്നാണ്. ഞങ്ങളെല്ലാം തികഞ്ഞോലാണ്, ഞങ്ങളിതോടുകൂടെ മുഹമ്മദിൻ്റെ എല്ലാം അവസാനിപ്പിക്കും എന്ന രൂപത്തിലായിരുന്നു അവരുണ്ടായിരുന്നത് എന്ന്. എന്നാൽ വല്ലാഹു യുഅയ്യിദു ബിനസ്രി, പടച്ച തമ്പുരാൻ അവനുദ്ദേശിക്കുന്നവരെ സഹായിക്കുന്നു, ബലപ്പെടുത്തുന്നു. പടച്ചോന്റെ സഹായം അത് അവനുദ്ദേശിക്കുന്നവർക്കുണ്ടാകും. ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സാർ, ഉൾക്കാഴ്ചയുള്ള ആളുകൾക്ക് ഇതിലൊക്കെ വലിയ പാഠമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ബദ്ർ എന്ന് പറയുന്നത് ഏതെങ്കിലും രൂപത്തിലുള്ള ദുനിയാവിൻ്റെ താല്പര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താനുള്ളതല്ല എന്ന്. അന്ന് വഫാത്തായ ബദരീങ്ങൾ അവർ ഏതൊരാദർശത്തിന് വേണ്ടിയാണോ വഫാത്തായത് ആ ആദർശത്തിന് വേണ്ടി നിലകൊള്ളലാണ് അവരോടുള്ള ഐക്യദാർഢ്യമെന്നും ആ ബദറിൻ്റെ ഓർമ്മകൾ നമ്മളെ യഥാർത്ഥ മുവഹിദുകളാക്കി മാറ്റുകയുമാണ് വേണ്ടത് എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട്. അതിൻ്റെ പേരിൽ ധാരാളം അനാചാരങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവാറുണ്ട്. നാം ബോധ്യപ്പെടുത്തി കൊടുക്കുക. പലപ്പോഴും അതൊക്കെ ശരിയാണെന്ന് ധരിച്ച് പ്രാർത്ഥിച്ചു പോകുന്ന ആളുകളുണ്ട്. ബദരീങ്ങളെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നവർ, ബദരീങ്ങളുടെ തുണ കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എന്ന് തപസ്സുലാക്കുന്ന ആളുകൾ, അതൊക്കെ സമൂഹത്തിൽ ഉണ്ടാവാറുണ്ട്. നമ്മുടെയൊക്കെ കുടുംബത്തിലും പരിചയത്തിലൊക്കെ അത്തരം ആളുകളുണ്ടെങ്കിൽ സ്നേഹത്തോടു കൂടെ നമ്മൾ സംസാരിക്കുക. അവർക്ക് നഷ്ടം വരാൻ പോകുന്നത് പരലോകാണ്, സ്വർഗ്ഗാണ്. ഇതൊരു ചെറിയ കാര്യമല്ലല്ലോ. ആരാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നോമ്പനുഷ്ഠിക്കുന്നവരും നിസ്കരിക്കണവരും തറാവി നിസ്കരിക്കണവരും തഹജ്ജുദ് നിസ്കരിക്കണവരും ഒക്കെയാണ്. പക്ഷേ ഏതോ ഒരു അറിവില്ലായ്മയുടെ പേരിൽ അല്ലെങ്കിൽ ആരോ പറഞ്ഞതിൻ്റെ പേരിൽ അതിൽ ഷടിച്ചു നിന്നു പോകുന്ന പാവപ്പെട്ടവർ, അവർക്കൊക്കെ ഹിദായത്ത് കിട്ടാനാവശ്യമായ ഒരു ഇടപെടൽ സ്നേഹത്തോടു കൂടെ അവരെ ബോധ്യപ്പെടുത്തുക, അറിയിച്ചു കൊടുക്കുക എന്നുള്ളത് അത് നമ്മൾ നിർവഹിക്കണം. അതേപോലെ തന്നെ ആ ദിനത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചിട്ടില്ല എന്നുള്ളത്. ബദറിന് ശേഷം എത്ര റമദാനുകൾ എത്ര ബദർ ദിനങ്ങൾ കടന്നുപോയി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തെങ്കിലും പ്രത്യേകിച്ച് ആചാരങ്ങളോ ആഘോഷങ്ങളോ സംഘടിപ്പിച്ചോ? നമ്മൾ പഠിച്ചു നോക്കും. സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അത് സംഘടിപ്പിക്കാം. അങ്ങനെ സംഘടിപ്പിച്ചിട്ടില്ലെങ്കിൽ അത് ദീനിൽ പുതുതായി കടന്നു വന്ന ഒരു ആചാരമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ അത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. നാളെ പരലോകത്ത് ബിദ്അത്തുകാർക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഘട്ടത്തിൽ ഹൗദുൽ കൗസറിൽ നിന്ന് കൊടുക്കുന്ന വെള്ളം പോലും കിട്ടൂല എന്നുള്ളത്. നാം ചെയ്യുന്ന തൗബയുടെ പദങ്ങളിൽ അള്ളാഹുവേ പാപങ്ങൾ പുറത്തു തരണേ എന്ന് പറയുന്നു, അതുപോലും അള്ളാഹുവിലേക്ക് എത്തൂല എന്നാണ്. ബിദ്അത്തുകാരനായിരിക്കുക, ബിദ്അത്ത് ചെയ്യുന്ന ഒരാൾ തൗബ ചെയ്താൽ ആ തൗബ പോലും അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് എത്തൂല എന്നാണ്. എത്ര ഗൗരവമാണ്. അതുകൊണ്ട് നമ്മുടെയൊക്കെ പരിചയങ്ങളിലും ബന്ധങ്ങളിലുമൊക്കെയുള്ള
പാവപ്പെട്ട മനുഷ്യരോട് സ്നേഹത്തോടു കൂടെ ഈ ഒരു കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തണം എന്നാണ് ഈ ഘട്ടത്തിൽ അറിയിക്കാനുള്ളത്. മറ്റൊന്ന്, ഈ യുദ്ധത്തിൻ്റെ എല്ലാ വേളയിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ധാരാളമായി അള്ളാഹുവിനെ ഓർത്തിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അള്ളാഹുവിനെ ഓർത്തിരുന്നു എന്നുള്ളത്, പടച്ച തമ്പുരാൻ ഓർത്തിരുന്നു എന്നുള്ളത്, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു ഗുണമാണ്. അള്ളാഹുവിനെ ഓർക്കുക. നമ്മൾ എങ്ങനെയാണോ അള്ളാഹുവിനെ ഓർക്കുന്നത്, അള്ളാഹു നമുക്ക് അങ്ങനെയായിരിക്കും. എൻ്റെ റബ്ബ് എന്നോട് എപ്പോഴും കരുണയുള്ളവനാണ് എന്നാണോ നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്നത്, റബ്ബ് നിങ്ങളോട് അങ്ങനെയായിരിക്കുമെന്നാണ്. മാത്രമല്ല, പടച്ച തമ്പുരാനെ നിങ്ങൾ ഓർത്താൽ ഏറ്റവും വലിയൊരു സദസ്സിൽ അള്ളാഹു നിങ്ങളെ ഓർക്കും എന്നത് അള്ളാഹു നേരിട്ട് പറഞ്ഞിട്ടുള്ള വാചകമാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ ധാരാളമായി ഓർക്കാൻ നമ്മൾ ശ്രമിക്കുക. മാത്രമല്ല, ജീവിതത്തിൽ നന്മകൾ ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ പൂർണ്ണമായി നമ്മൾ ഓരോരുത്തരും ഉപയോഗപ്പെടുത്തണമെന്ന് കൂടെയാണ് ഈ ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. റമദാൻ അവസാനിക്കും. ഈ റമദാൻ യാത്രയാകും. റമദാൻ കഴിഞ്ഞിട്ടും നമ്മുടെ പാപങ്ങൾ ബാക്കിയാണെങ്കിൽ, സ്വർഗത്തിലെത്താൻ പറ്റിയ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ വളർന്നിട്ടില്ലെങ്കിൽ ഏറ്റവും വലിയ നഷ്ടക്കാർ നമ്മൾ തന്നെയാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറുമ്പോൾ ആമീൻ ചൊല്ലിയപ്പോൾ എന്തേന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞില്ലേ, റമദാൻ കിട്ടിയിട്ട് പാപങ്ങൾ മായ്ക്കപ്പെടാത്തവനായ ഒരുത്തൻ ബാക്കിയുണ്ടെങ്കിൽ ഓൻ നരകത്ത് പോട്ടെ, നശിച്ചു പോട്ടെ എന്ന് ജിബ്രീൽ പ്രാർത്ഥിച്ചു, ഞാൻ ആമീൻ ചൊല്ലിയത്. അതൊരു ചെറിയ പ്രാർത്ഥനയല്ലേ, നമ്മൾ ആത്മാർത്ഥമായി ആലോചിക്കണം. അതുകൊണ്ട് ആകാശലോകത്തേക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥനകൾ ഉയരണം. എന്താ ചെയ്യാൻ പറ്റുക, അതെല്ലാം ഈ റമദാനിൽ നമ്മൾ ചെയ്തു തീർക്കണം, നേടിയെടുക്കണം. റബ്ബിനോട് സംസാരിച്ചു കൊണ്ടേയിരിക്കണം. ഖുർആൻ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകണം. നിസ്കാരങ്ങളൊന്നും നഷ്ടപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. ധാരാളം നന്മകൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ ജീവിതത്തെ ക്രമീകരിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസിനികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.